Hi friends, welcome back to Viniz World. നമ്മളിപ്പോൾ കാൻഡീഡ് ഓറഞ്ച് പീലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 ഓറഞ്ച് നല്ല പഴുത്തിരിക്കുന്ന ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി കത്തി കൊണ്ട് മുറിച്ചെടുത്തേക്കുവാണ്, ചെത്തിയെടുത്തേക്കുവാണ്. ഇതിന് വെള്ള കളറിലുള്ള ആ ഭാഗം നമ്മൾ എടുക്കില്ല, അതെടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഓറഞ്ചിൻ്റെ തൊലിയുടെ കയ്പ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കയ്പ്പ് മാറുകയല്ല കേട്ടോ, കയ്പ്പ് കുറയാൻ വേണ്ടി. ഈ തൊലി ഒന്ന് നന്നായി വെന്ത് വരണം, അതുവരെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഈ തൊലിക്ക് ഒരു തിളക്കം വരണവരെ ഇത് അടപ്പത്ത് തന്നെ ഇരിക്കട്ടെ. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ മീതെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നല്ല തിളങ്ങി നിൽക്കുകയാണ് ഈ ഓറഞ്ചിൻ്റെ പീല്. ഇനി നമ്മൾ ആ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഈ ഓറഞ്ച് പീൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും അരിച്ചെടുക്കുകയാണ്. കയ്പ്പ് നന്നായിട്ട് കുറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. അതായത് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമ്മളത് വീണ്ടും അരിച്ചെടുത്തിട്ട് വീണ്ടും അത് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും തിളപ്പിക്കണം, തണുത്ത വെള്ളത്തിൽ കഴുകണം. ഇതിപ്പോൾ നമ്മൾ 3 പ്രാവശ്യം തിളപ്പിച്ച് കഴുകി ഒക്കെ എടുത്തേക്കുവാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അത് നന്നായിട്ട് തിളച്ച് വറ്റി ഒരു നൂൽ പരുവാവണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ എടുത്ത് ഒഴിച്ച് നോക്കുമ്പോൾ ആ സ്പൂണിലെടുത്തിട്ട് ഒന്ന് താഴോട്ടിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് അതിൻ്റെ കൺസിസ്റ്റൻസി കൂടിക്കൂടി വരണത്. അപ്പോൾ നമ്മളത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ 2 വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു നൂല് വലിയണ പോലെ ഇങ്ങനെ കാണാം. ആ സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഓറഞ്ച് പീൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് സിമ്മിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ഓറഞ്ച് പീല് ഈ പഞ്ചസാര മുഴുവൻ പിടിക്കണ വരെ വെച്ച് കൊടുക്കണം. അതായത് ഈ വെള്ളം മുഴുവൻ വറ്റി ഈ ഓറഞ്ച് പീലിലേക്ക് പിടിക്കണ വരെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരണമെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഈ ഓറഞ്ച് പീലിലൊക്കെ ഇതുപോലെ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് അതിൽ റം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.